ഒന്ന് രണ്ട് മാർഗങ്ങൾ നമ്മൾ പറഞ്ഞു. അള്ളാഹുവിൻ്റെ പ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മലക്കുകളുടെ ദുആ കിട്ടുവാനുള്ള മാർഗങ്ങൾ. അതിലൊരു പ്രധാന മാർഗമാണ് സാധുക്കളായ പാവങ്ങളായ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ജനങ്ങൾക്ക് നമ്മുടെ കയ്യിൽ ഉള്ളത് കൊടുക്കുക എന്നുള്ളത്, അഥവാ സ്വതക്ക ചെയ്യുക, ദാനധർമ്മം അധികരിപ്പിക്കുക എന്നുള്ളത്, ഉള്ളത് കൊണ്ട് നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് സ്വതക്ക ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ മാലാഖമാരുടെ ദുആ കിട്ടുവാൻ, നമുക്ക് വേണ്ടി അവർ പാപമോചനം തേടുവാനുള്ള മാർഗമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ദിവസവും ഓരോ പ്രഭാതത്തിലും രണ്ട് മലക്കുകൾ ആകാശ ലോകത്തിൽ നിന്ന് ഇറങ്ങി വരികയും അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ, അല്ലാഹുവേ നൽകുന്നതായ മനുഷ്യർ, നിന്റെ സമ്പത്തിൽ നിന്ന്, നീ നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്ന മനുഷ്യർ, അവർക്ക് നീ ധാരാളമായി നൽകുകയും നീ കൊടുത്തതിൽ ബറക്കത്ത് നൽകുകയും ഒക്കെ ചെയ്യണമേ എന്ന് മലക്കുകൾ ദുആ ചെയ്യും. ഇനിയോ മറ്റൊരു മലക്ക് ദുആ ചെയ്യും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ, അല്ലാഹുവേ നീ നൽകിയതിൽ നിന്ന് നൽകാത്ത ആളുകൾ, നീ കൊടുത്ത സമ്പത്തിൽ നിന്ന് ചെലവഴിക്കാത്ത ആളുകൾ, അവരുടെ സമ്പത്തിൽ നീ ബുദ്ധിമുട്ട് വരുത്തുകയും ഞെരുക്കം വരുത്തുകയും അവരുടെ സമ്പത്തിനെ ഇടുക്കി കളയുകയും ചെയ്യണമെന്ന് മലക്കുകൾ ദുആ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മുടെ സമ്പത്തിൽ നമ്മൾ ചെലവഴിക്കാൻ തയ്യാറാകണം. ഖൈബറിന്റെ യുദ്ധവേളയിൽ അള്ളാഹുവിന്റെ പ്രവാചകർ മദീന പള്ളിയിൽ കൂടിയതായ സ്വഹാബത്തിനോട് നിങ്ങളുടെ പക്കലുള്ളത് കൊണ്ടുവരാൻ പറയുമ്പോൾ ഓരോ സ്വഹാബത്തും മാത്സര്യ ബുദ്ധിയോടുകൂടി കൊണ്ടുവരികയാണ്. അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരുതി, ഇന്നെങ്കിലും എനിക്ക് അബൂബക്കറിനെ പരാജയപ്പെടുത്തണം, എല്ലായിടത്തും അബൂബക്കറാണ് ഒന്നാമൻ, ഇന്നെങ്കിലും എനിക്ക് അബൂബക്കറിനെ രണ്ടാമനാക്കണം, എനിക്ക് ഒന്നാമനാക്കണമെന്നുള്ള മാത്സര്യ ബുദ്ധിയോടുകൂടി സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരുത്തരോടും ചോദിച്ചു, എന്താണ് നിങ്ങൾ കൊണ്ടുവന്നത്? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്താണ് ബാക്കിയാക്കിയത്? പലരും പലതും പറഞ്ഞു. ആരും പറയാത്ത മറുപടി പറഞ്ഞു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല, എൻ്റെ വീട്ടിൽ ഞാൻ ബാക്കിയാക്കിയത് അള്ളാഹുവിനെയും റസൂലിനെയും മാത്രമാണ്. അള്ളാഹുവും റസൂലും മാത്രമാണ് എൻ്റെ വീട്ടിൽ ബാക്കിയുള്ളത്. ബാക്കി മുഴുവനും ഞാൻ ഈ ദീനിന് വേണ്ടി സമർപ്പിച്ചുവെന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. മക്കയിലെ വലിയ ധനാഢ്യൻ, സമ്പന്നനായ മനുഷ്യൻ, വിശുദ്ധമായ ദീനിന് വേണ്ടി സർവസ്വം ത്യജിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹചാരിയായ അള്ളാഹുവിന്റെ പ്രവാചകരോടൊപ്പം സഹചാരിയായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സദസ്സിലും ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു, സാധുവായ മനുഷ്യൻ, കൂലിപ്പണിക്കാരനായ മനുഷ്യൻ, നിവർത്തിയില്ലാത്ത മനുഷ്യൻ, പട്ടിണിപ്പാവമായ മനുഷ്യൻ. ആ സ്വഹാബി റളിയല്ലാഹു തആല ഇതെല്ലാം കണ്ടിട്ട് മനസ്സിന് വല്ലാത്ത വിങ്ങൽ വരികയാണ്. എൻ്റെ കയ്യിലുള്ള ഒന്നുമില്ലല്ലോ കൊടുക്കാൻ, എനിക്കൊന്നുമില്ലല്ലോ കൊടുക്കാൻ. അബൂബക്കറിനെ പരാജയപ്പെടുത്താൻ ഉമർ മത്സരിക്കുന്നു. സ്വഹാബാക്കൾ മത്സരിച്ച് അവരുടെ സമ്പത്ത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നൽകുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ കൊടുക്കാൻ. ആ സ്വഹാബി ഉടനെ തന്നെ ഒരു ജൂതനായ മനുഷ്യന്റെ തോട്ടത്തിൽ പോയി പണിയെടുത്തു. ഈന്തപ്പനയ്ക്ക് വെള്ളമൊഴിച്ചിട്ട് ആ ഈന്തപ്പനയെല്ലാം നനച്ചു കൊടുത്തിട്ട് ഒരു കൈക്കുമ്പിളിലായി ഈന്തപ്പഴവുമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകരെ, എൻ്റെ കയ്യിലുള്ളത് ഇതാണ്. അള്ളാഹുവിന്റെ പ്രവാചകരെ, എൻ്റെ കയ്യിലുള്ളത് ഇതാണ്. അബൂബക്കർ നൽകിയതുപോലെ നൽകാൻ എനിക്കില്ല, ഉമർ നൽകിയതുപോലെ നൽകാൻ എനിക്കില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നൽകിയതുപോലെ നൽകാൻ എനിക്കില്ല. അള്ളാഹുവിന്റെ പ്രവാചകരെ, എൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് വേദനയോടുകൂടി ആ സ്വഹാബി റളിയല്ലാഹു തആല അൻഹു കടന്നു വരുമ്പോൾ മദീന പള്ളിയിൽ ഇരിക്കുന്നതായ മുഴുവൻ സ്വഹാബത്തിനെയും അള്ളാഹുവിന്റെ പ്രവാചകർ വിളിച്ചു. എന്നിട്ട് ഈ സ്വഹാബിയുടെ രണ്ട് കരങ്ങളെയും അള്ളാഹുവിന്റെ പ്രവാചകർ എടുത്ത് ഉയർത്തി കാണിച്ചു. എന്നിട്ട് സ്വഹാബത്തിനോട് പറയുകയാണ്, യാ സ്വഹാബ, സ്വർഗാവകാശിയായ മനുഷ്യന്റെ കരങ്ങൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ മനുഷ്യന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കൈക്കുമ്പിൾ നിറയെ ഈന്തപ്പഴം കൊടുത്തിട്ട് സ്വർഗം നേടിയ സ്വഹാബി റളിയല്ലാഹു തആല അൻഹു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരുപാട് കൊടുക്കുക എന്നുള്ളതിനപ്പുറത്ത്
നമ്മുടെ മുമ്പിൽ വരുന്ന ആരെയും തള്ളാതിരിക്കുക. നല്ല മനസ്സോടുകൂടി ഉള്ളത് കൊടുക്കാൻ തയ്യാറാവുക. മറ്റുള്ളവർ കൊടുക്കുന്നത് കാണുമ്പോൾ അവരുടെ അത്രയും നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു വേദന നമുക്കുണ്ടാകും. എങ്കിലും നമ്മളാൽ കഴിയുന്നത് ആരെയും തെള്ളാതെ കൊടുക്കാൻ നമുക്ക് മനസ്സ് കാണിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം നോമ്പ് തുറ നടത്തിയതാണല്ലോ, ഈ വർഷം നടത്തിയില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും? കഴിഞ്ഞ വർഷം കൊടുത്തതാണല്ലോ, ഈ വർഷം കൊടുത്തില്ലെങ്കിൽ എന്ത് വിചാരിക്കും? അങ്ങനെയുള്ള വിചാരങ്ങളൊന്നും വേണ്ട. നല്ല ചിന്തയോടുകൂടി, നല്ല ബോധ്യത്തോടുകൂടി അള്ളാഹു എനിക്ക് പ്രതിഫലം തരണമെന്നുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രതിഫലത്തിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഉള്ളത് നൽകാൻ തയ്യാറാവുക. അള്ളാഹു വലിയ പ്രതിഫലം നൽകും. മദീന പള്ളിയിലേക്ക് ഒരു മനുഷ്യൻ രാത്രിയിൽ കടന്നു വരികയാണ്. ഇശാ നമസ്കാരത്തിന് കടന്നു വന്ന ആ മനുഷ്യൻ പട്ടിണി പാവമാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വഹാബത്തിനോട് ചോദിച്ചു, യാ സ്വഹാബ, ഈ മനുഷ്യൻ ഇന്നത്തെ രാത്രി അത്താഴം നൽകുന്നത് ആരാണ്? അത്താഴം നൽകുക എന്ന് പറഞ്ഞാൽ വിഭവസമൃദ്ധമായ 10 കറികൾ കൂട്ടിയുള്ള ആഹാരം സമൃദ്ധമായി നൽകുക എന്നുള്ളതല്ല. വിശപ്പകറ്റാൻ എന്തെങ്കിലും ഒന്ന് നൽകുന്നതാരാണ്? മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയെ തന്റെ വീട്ടിലേക്ക് കൂട്ടി, തന്റെ വീട്ടിൽ തന്റെ ഭാര്യയോട് ചെന്ന് ചോദിച്ചു, എന്താണുള്ളത്, എന്താന്ന് കഴിക്കാനുള്ളത്? ആ സ്വഹാബി വനിത പറഞ്ഞു, നമ്മുടെ മക്കൾക്കുള്ള ആഹാരം മാത്രമാണുള്ളത്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മക്കളെ നീ പെട്ടെന്ന് ഉറക്കുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മക്കളെ ഉറക്കുക. എന്നിട്ട് നിർദ്ദേശം കൊടുക്കുകയാണ്, അബൂ തൽഹ, ഈ ഒരു മനുഷ്യന് സദ്യ ഒരുക്കിയിട്ട് ആഹരിപ്പിച്ചിട്ട് നീ സ്വർഗം വാങ്ങിയല്ലോ അബൂ തൽഹ, സ്വർഗം വാങ്ങിയല്ലോ അബൂ തൽഹ. ഈ ഒരു മനുഷ്യൻ ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ട് സ്വർഗം വാങ്ങിയെടുത്തല്ലോ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകരോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും മൂന്നാമതായി എൻ്റെ റബ്ബുമല്ലാതെ മറ്റൊരാളും അറിയാത്ത വിഷയം അങ്ങങ്ങനെ അറിഞ്ഞു നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ മാത്രമല്ല, ആകാശ ലോകത്ത് ചർച്ചയാണ്, മലക്കുകളുടെ ഇടയിൽ ചർച്ചയാണ്. നിങ്ങൾ കാണിച്ചതായ ആ സൽക്കാരത്തിന്റെ രീതി, നിങ്ങൾ കാണിച്ചതായ ആ സൽക്കാരത്തിന്റെ ആ ഒരു വല്ലാത്ത ആവേശം, അത് മലക്കുകളുടെ ഇടയിൽ അത്ഭുതമായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനത്തോടുകൂടി മലക്കുകളുടെ ഇടയിൽ നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉള്ളത് കൊടുക്കുക, ആത്മസംതൃപ്തിയോടുകൂടി മനസ്സറിഞ്ഞു കൊടുക്കാൻ തയ്യാറാവുക, ആളുകളെ ഭക്ഷിപ്പിക്കുക, സദഖ ചെയ്യുക, ഉള്ളതുകൊണ്ട് നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുക. അത് നമുക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുവാൻ, നമ്മുടെ മഗ്ഫിറത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് പ്രകാശ സൃഷ്ടികളായ മലക്കുകൾ ദുആ ചെയ്യുവാൻ കാരണമാണെന്ന് കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കുവാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. കാരുണ്യവാനായ റബ്ബേ, നീ ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മുന്നൂറുകൾ സ്വർഗം വാങ്ങിയതുപോലെ സ്വർഗം വാങ്ങാൻ ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്, അവസരം നൽകണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങളുടെ പാപികളും ദോഷികളുമാണ് റബ്ബേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണേ അല്ലാഹ്. മഗ്ഫിറത്തിന്റെ ദിനരാത്രികൾ അവസാനിക്കുമ്പോൾ ആ മഗ്ഫിറത്ത് കിട്ടാത്തവരാക്കല്ലേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങൾ പണിയെടുത്തത്, ഞങ്ങൾ പാടുപെട്ടത്, അല്ലാഹു ഞങ്ങൾ ഈ നോമ്പെടുക്കുന്നത് മുഴുവൻ അല്ലാഹു നിന്റെ മഗ്ഫിറത്തിന് വേണ്ടിയാണ്. അല്ലാഹുവേ, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങൾ ഇവിടെ പൊറുക്കപ്പെടാതെ നാളെ നിന്റെ മഹ്ശറിന്റെ ആ മണ്ണിൽ നിർത്തി ഞങ്ങളെ ചോദ്യം ചോദിച്ച് അല്ലാഹു വലഞ്ഞു പോകുന്നൊരവസ്ഥ നീ ഞങ്ങൾക്ക് ആർക്കും വെക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, വേണ്ടപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. മരണപ്പെട്ടവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നീ വാസിയാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം നീ ആഫിയത്തും സിഹത്തും പ്രദാനിക്കണം റഹ്മാനെ. ലോക ഉമ്മത്തിന് നീ സമാധാനം നൽകണേ അല്ലാഹ്, ഐശ്വര്യം നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, വിജയം നൽകണേ അല്ലാഹ്. അക്രമി കൂട്ടങ്ങളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹു, നീ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ വഹബീബിനാ മുസ്തഫാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.